ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് തയ്യാറാക്കുന്നത് ഇന്ന് എൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ കറി നല്ല ടേസ്റ്റാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു നെയ്മീൻ കറിയാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ 1 കിലോ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെയ്മീനാണ്. നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെട്ടി മേടിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു 10-20 കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി തീ സിമ്മിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ എരിയും മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതോടൊപ്പം തന്നെ പിഴുമ്പുളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പിഴുമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ആറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ഇത്രയും 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറികളിൽ കഴിവതും ഇതേ കണക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് തന്നെ ചേർക്കുന്നതായിരിക്കും കേട്ടോ ആ കറിക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കറി ചെയ്യാനായിട്ട്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പകുതി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പം ഞങ്ങൾ പകുതി തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ക്രമീകരിക്കാം. നിങ്ങൾ കുടംപുളി ചേർക്കുകയാണെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല, അതിനനുസരിച്ച് ചേർത്താലും മതി. തക്കാളി ചേർത്തെന്നും പറഞ്ഞാൽ കറി ചീത്തയൊന്നും ആവത്തില്ല കേട്ടോ. ഈ മീൻ കറി 3 ദിവസം വെളി വെച്ചാലും ചീത്തയാവത്തില്ലെന്നാണ് കുഞ്ഞമ്മ പറയുന്നത്. എത്ര ദിവസം വെളി വെക്കുന്നോ അത്രയും ദിവസം രാത്രിയിൽ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചിട്ട് വെക്കണം. അപ്പം നമുക്കൊരു 3-4 ദിവസം തന്നെ മീൻ കറി വെളിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഈ ഒരു സമയത്ത് നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കറി ഒന്ന് തിളച്ച് വരണം. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ 3/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഒരു 6-7 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സൂപ്പർ മണം. നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. നോക്കുമ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് വെക്കാം. ഒരിക്കലും സ്പൂണിട്ട് ഇളക്കരുത് കേട്ടോ. നെയ്മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് സിമ്മിലോട്ടിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ആഹാ, നല്ല അടിപൊളി മണം. തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല സൂപ്പറായിട്ടുള്ളൊരു മീൻ കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് നല്ല
സൂപ്പർ മീൻ കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടി ആ ഫ്ലേവർ നിൽക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഇനിയൊരു അരമണിക്കൂറിന് ശേഷമേ നമ്മുടെ ഈ മീൻ കറി തുറന്ന് നോക്കാവൂ. അപ്പോൾ നമ്മളൊന്ന് ലാസ്റ്റായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ്. ഇനി ഇത് അടച്ച് വെക്കുകയാണ്. അപ്പോൾ എന്താ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സൂപ്പർ മീൻ കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പം, ഇടിയപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ല സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു മീൻ കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം. ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.